പൂന്താനം ഒരു ദിവസം ഭട്ടതിരിപ്പാടിനെ കാണാനെത്തുകയാണ്. അപ്പോൾ ആ സമയത്ത് ഭട്ടതിരിപ്പാട് പൂന്താനത്തിനോട് ചോദിക്കുകയാണ്, എന്താണ് പോരാൻ കാരണം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പൂന്താനം പറയണ, ഞാൻ ഭഗവാന്റെ കുറച്ച് ലീലകൾ എൻ്റെ മനസ്സിൽ തോന്നിയ പോലെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതൊന്ന് പൂന്താനം ഒരു ദിവസം ഭട്ടതിരിപ്പാടിനെ കാണാനെത്തുകയാണ്. അപ്പോൾ ആ സമയത്ത് ഭട്ടതിരിപ്പാട് പൂന്താനത്തിനോട് ചോദിക്കുകയാണ്, എന്താണ് പോരാൻ കാരണം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പൂന്താനം പറയണ, ഞാൻ ഭഗവാന്റെ കുറച്ച് ലീലകൾ എൻ്റെ മനസ്സിൽ തോന്നിയ പോലെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതൊന്ന് പൂന്താനം പറയണ ഭട്ടതിരിപ്പാടിനോട്, എഴുതിയിട്ടുണ്ട്. ഇതൊന്ന് ഭട്ടതിരിപ്പാടൊന്ന് നോക്കിയിട്ട് ഇതിൻ്റെ ആ ഒരു തെറ്റിയ ഭാഗമൊക്കെ ഒന്ന് തിരുത്തി തരണം, തെറ്റുണ്ടെങ്കിൽ തിരുത്തണം എന്ന് പറയാണ്. ആര്? പൂന്താനം ഭട്ടതിരിപ്പാടിനോട്. ഭട്ടതിരിപ്പാട് ഭാഷാ പണ്ഡിതനാണ്. എല്ലാവിധ അറിവുകളും, സംസ്കൃതത്തിലുള്ള എല്ലാ അറിവുകളും ഉള്ള ആളാണ് ഭട്ടതിരിപ്പാട്. പൂന്താനത്തിനാണെങ്കിൽ ഭഗവാന്റെ ഭക്തിയാണ് കൂടുതൽ. ഭട്ടതിരിപ്പാടിൻ്റെ ഭക്തി ഉണ്ടെങ്കിലും കുറച്ചും കൂടി പാണ്ഡിത്യമുണ്ട്. പക്ഷേ പൂന്താനത്തിന് ഭക്തിയാണ്, പാണ്ഡിത്യം എന്ന് പറയാൻ അദ്ദേഹം ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ പൂന്താനം പറയുമ്പോൾ ഭട്ടതിരിപ്പാടിന് കുറച്ച് അഹങ്കാരമുണ്ട്. അപ്പോൾ ഭട്ടതിരിപ്പാട് പറയാണ്, പൂന്താനം പഠിച്ചിട്ടൊന്നുമില്ലല്ലോ, വെറുതെ എഴുതിയ ഇതല്ലേ ഭഗവാന്റെ ലീലകൾ, അതിൽ ഒന്നും നോക്കാനൊന്നുമില്ല, അതിലൊരുപാട് തെറ്റുകളുണ്ടാവും, അതൊക്കെ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് നോക്കിത്തരാൻ എന്ന് പറയാണ് ഈ ഭട്ടതിരിപ്പാട്. അതുകൊണ്ട് എനിക്കിപ്പോൾ നോക്കാനിടയില്ല. ആ സമയത്ത് ഞാൻ കൃഷ്ണൻ്റെ 1-2 ശ്ലോകങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതുണ്ടാവും എന്ന് പറയണേ ഭട്ടതിരിപ്പാട്. അങ്ങനെ പൂന്താനത്തിന് ആകെ വിഷമായി. പൂന്താനം പറയണ, ഒന്ന് നോക്കിയാൽ മതി, ഞാൻ അറിയണ പോലെ എഴുതിയതാണ് എന്ന് പറയാണ്. അപ്പോൾ ഭട്ടതിരിപ്പാട് എന്താ പറയണത്, വെറുതെ എൻ്റെ സമയം കളയാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കാണ്ട പോയിക്കോളൂ എന്ന് പറയണേ ഭട്ടതിരിപ്പാട്. ഇത് കേൾക്കുമ്പോൾ പൂന്താനത്തിൻ്റെ ഹൃദയം പൊട്ടിയ വേദനയാണ് പൂന്താനത്തിന് തോന്നിയത്. ഞാൻ ഭഗവാനെ കുറിച്ചിട്ട് എൻ്റെ ഇഷ്ടത്തിന് 4 വരി എഴുതിയിട്ട് എന്നെ അത് നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, എനിക്ക് യാതൊരു അറിവുമില്ല എന്ന് പറഞ്ഞിട്ട് പോന്ന് പറഞ്ഞിട്ട് എന്നെ തള്ളി പറയും കൂടി ചെയ്യണു. ഇതിൽ അധികം എനിക്ക് സങ്കടപ്പെടാനൊന്നുമില്ല. വളരെയധികം സങ്കടമായി പൂന്താനത്തിന്. പൂന്താനം പതുക്കെ തൻ്റെ എഴുതിയ ഓലക്കെട്ടും കൊണ്ടിട്ട്, കൃഷ്ണ